ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാൻ വീണ്ടും റെഡിയായി. ബൈ ദ വേ, എൻ്റെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടോ? ഇത് ഞാൻ തന്നെ ഒരു തട്ടിക്കൂട്ട് ക്രിയേഷനിൽ എടുത്തതാണ്. സോ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യും. ഇതിപ്പോൾ ഒരു ഈവനിങ് ടൈമാണ്. നമ്മൾ ഉച്ചയ്ക്ക് നമ്മൾ ആ ഒരു ഗട്ടുകളിലൊക്കെ കറങ്ങി കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി റൂമിൽ വന്നു. പക്ഷേ ഉറങ്ങിയൊന്നുമില്ല. കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും ഡ്രസ്സ് മാറി നമ്മൾ വാരണാസിയിലെ ബാക്കി സ്ഥലങ്ങൾ കാണാൻ പോയി. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് ഗട്ടുകളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലോ അല്ല. ഇത് നമ്മൾ വാരണാസിയിലെ വേറൊരു ഭാഗത്തോട്ടാണ് പോകുന്നത്. ഈ സ്ഥലങ്ങളൊക്കെ അസിഗഡിന്റെ ഭാഗത്തായിട്ടാണ് വരിക. അസിഗഡിലാണല്ലോ സ്റ്റേ ചെയ്യുന്നത്. അപ്പൊ അവിടെയുള്ള സ്ഥലങ്ങളിൽ പോകാന്ന് വിചാരിച്ചു. ഇതാണ് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള തുളസി മാനസ് മന്ദിർ. ഇതിനു മുന്നേ വേറൊരു അമ്പലത്തിൽ കൂടെ പോയി. അവിടെ കയറുന്നതിന് മുന്നേ തന്നെ ഫോണൊക്കെ പുറത്ത് വെക്കണം. അതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റില്ല. അവിടുന്ന് ഒരുപാട് കാണാനുണ്ട് ഇവിടെയൊക്കെ. ഈ തുളസി മാനസ് മന്ദിറിൽ എന്നെ അത്ഭുതപ്പെടുത്തി ഇതാണ്. അടിപൊളിയാണ്. ഇതൊരു 10 രൂപയുടെ ഒരു എക്സിബിഷൻ ആണ് ഇതിന്റെ അകത്ത് തന്നെ. വെറും 10 രൂപയ്ക്ക് ഇതിന്റെ അകത്ത് എന്താ കാണാനുള്ള വെച്ചിട്ടാണ് കയറിയത്. ഞാൻ നിങ്ങൾക്ക് അതിലുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം. എല്ലാ ഭാഗങ്ങളും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഒരു വെറും 10 രൂപയ്ക്ക് ഇതൊക്കെ ഭയങ്കര വേർത്തായി തോന്നുന്നു. സത്യം പറഞ്ഞാൽ ഒരുപാട് കാണാനുണ്ട്. ഈ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് വാരണാസി നമുക്ക് ഒരു അറ്റ്ലീസ്റ്റ് 2-3 മാസമൊക്കെ എടുക്കും കംപ്ലീറ്റ് ആയി കാണാൻ. സത്യം പറഞ്ഞാൽ സത്യമാണ്. നമ്മൾ ശരിക്കും വാരണാസി എന്താന്ന് അറിയണമെങ്കിൽ നമുക്ക് ശരിക്കും ഒരു 2-3 മാസമൊക്കെ വേണം. എന്നാലും നമുക്ക് മൊത്തം സ്ഥലമൊക്കെ കവർ ചെയ്യാൻ പറ്റും. ഓരോ ദിവസവും ഓരോ ഘട്ടിലും പോയി നമ്മൾ സമയം ചെലവഴിക്കണം. എന്നാലും നമുക്ക് വാരണാസി അറിയാൻ പറ്റൂ എന്നാണ് ഇവിടുത്തെ വിശ്വാസം.